മക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് നല്ല തിരക്കുള്ള സമയം വരുന്നിട്ടുണ്ടാവും അല്ലേ? സബ് ജില്ലാ മത്സരങ്ങളൊക്കെ നടന്ന് അങ്ങനെ തിരക്കിലോട്ട് പോയിക്കൊണ്ടിരുന്നു അല്ലേ? എല്ലാവർക്കും നല്ല പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ സ്കൂളുകളിൽ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളുടെ സ്വരാക്ഷരങ്ങളുടെ അവസാനത്തെ ക്ലാസ് പാർട്ട് 5. പാർട്ട് 1 നമ്മൾ എന്താ പഠിച്ചത്? ആ മുതൽ റ് വരെ. അ ആ ഇ ഈ ഉ ഉ റ്. ഇവിടെ പ എന്നുള്ള വ്യഞ്ജനാക്ഷരത്തിന് നമ്മൾ ഈ ശബ്ദങ്ങൾ കൊടുത്തു. നോക്കിയേ, ആ എന്ന് എടുത്തപ്പോൾ ചിഹ്നങ്ങളൊന്നുമില്ല പ, പക്ഷേ അത് ഉച്ചരിക്കുമ്പോൾ ആ എന്നുള്ള ശബ്ദത്തിൽ വന്ന് അവസാനിച്ചു. അടുത്തത് പാ പി പീ പു പൂ പൃ. ദീർഘം, വള്ളി, കെട്ടുവള്ളി, ഉകാരം, ഊകാരം, ഋകാരം. ഇതെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളുടെ വലതുഭാഗത്ത്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് പഠിച്ചത്. നമ്മളുടെ 2 ലൈനിൽ ആനുപാതികമായി എല്ലാ അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾ കൊടുത്ത് നമ്മൾ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പാർട്ട് 2 3 അക്ഷരങ്ങളാണ് പഠിച്ചത്. എ എ ഐ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ആനുപാതികമായിട്ട് നമ്മൾ ശബ്ദം കൊടുക്കുമ്പോൾ ചിഹ്നങ്ങൾ ഇടതുഭാഗത്തേ വരുള്ളൂ. എ പേ, ഏ പേ, ഐ പൈ. ഈ ചിഹ്നം പുള്ളി, കെട്ടുപുള്ളി, ഇരട്ടപ്പുള്ളികൾ. ഓക്കെ, അപ്പം നമ്മളുടെ പാർട്ട് 2 കഴിഞ്ഞു. അടുത്ത് നമ്മൾ പാർട്ട് 3 2 അക്ഷരമേ പഠിച്ചുള്ളൂ. സ്വരാക്ഷരങ്ങളിൽ ഇടതും വലതും ചിഹ്നങ്ങൾ വരുന്ന 2 അക്ഷരങ്ങൾ. ഒ ഓ ഓ. ഈ ചിഹ്നങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ച ചിഹ്നങ്ങൾ തന്നെ. ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒരു ദീർഘമുണ്ട്. ഇടതും വലതും, പുള്ളിയും ദീർഘവും. എ പറയുക, ഓ ആക്കുക. പേ പോ. ഇവിടെയോ ഓ എന്ന് വരുമ്പോൾ പേ പോ. ആദ്യം എഴുതുമ്പോൾ അങ്ങനെ ശീലിക്കുക. പിന്നെ നമുക്ക് നേരിട്ട് ഇടതും വലതും ചിഹ്നങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ അത് 2 അക്ഷരങ്ങൾ. ഇപ്പം നമ്മളിവിടെ 7, 10, 12. ഇത് 4ാമത്തെ പാർട്ടിൽ ഒരക്ഷരം പഠിച്ചുള്ളൂ, ഔ. അതിൻ്റെ ചിഹ്നം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടെങ്കിലും അവിടെ നമ്മൾ ആ ചിഹ്നങ്ങളുടെ പേര് കൊടുത്തിട്ടില്ല. ഈ ചിഹ്നമല്ല, കെട്ടുവള്ളി അല്ലേ? ഊ എന്നുള്ളതിന് ഊകാരം. അപ്പം ഈ ചിഹ്നങ്ങൾക്ക് വ്യത്യാസം വന്ന് അല്ലേ? ഇത് ഇങ്ങനെ മാറി, ഇത് ഇങ്ങനെ മാറി. ഇവിടെ നമ്മൾ ഈ ശബ്ദം കൊടുക്കുമ്പോൾ അതേ ചിഹ്നം തന്നെയാണ് കൊടുക്കുന്നത്. ഔ ശബ്ദം കൊടുക്കാൻ ചിഹ്നം അത് തന്നെ എടുത്തതുകൊണ്ട് ഈ ചിഹ്നത്തിൻ്റെ പേര് ഔ ചിഹ്നം. ഏത് ഭാഗത്ത്? വലതുഭാഗത്ത്. ഇനി നമ്മൾക്ക് 2 പ്രധാനപ്പെട്ട ചിഹ്നങ്ങളാണ് പഠിക്കാനുള്ളത്. സ്വര അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നം, നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു ചിഹ്നമാണ്. നമ്മൾ കുറച്ച് നാൾക്ക് മുൻപ് ചന്ദ്രകല എന്ന് പറയേണ്ട ചന്ദ്രകലയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? വ്യഞ്ജന അക്ഷരങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എടുത്ത ചിഹ്നം ഏതാണ്? ചന്ദ്രകല. നമ്മളിപ്പോൾ കക്ക എന്നെഴുതണമെങ്കിൽ 2 ക ചേരണം. ചക്ക. അപ്പം നമ്മൾ 2 കായെ ചേർക്കാൻ ഉപയോഗിച്ച ചിഹ്നമാണ് ചന്ദ്രകല. അങ്ങനെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളെയും കൂട്ടി യോജിപ്പിച്ചാണ് നമുക്ക് വേണ്ട വേർഡ്സ് കിട്ടാൻ വേണ്ടി, വാക്കുകൾ കിട്ടാൻ ചന്ദ്രകല ഉപയോഗിച്ചുകൊണ്ട് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വാക്കുകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് ചന്ദ്രകല. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ചിഹ്നമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പം കണ്ട ചിത്രം എന്താ? ബോർഡിൽ കണ്ട ചിത്രം നമ്മുടെ ദേശീയ പുഷ്പം അല്ലേ? നമ്മൾ എന്ത് പറയും അതിനെ? താമര എന്ന് പറയും അല്ലേ? അതിന് മറ്റൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അംബുജം. അംബുജം. ഇവിടെ അം എന്ന് പറഞ്ഞപ്പോഴും ജം എന്ന് പറഞ്ഞപ്പോഴും അംബുജം. നമുക്കപ്പോൾ ചിഹ്നങ്ങളുടെ ആവശ്യം വേണം അല്ലേ? അം എന്നുള്ള ഒരു അക്ഷരം ഇല്ല. ആ എന്നുള്ള അക്ഷരത്തോടു കൂടി അനുസ്വാരം എന്നുള്ളൊരു ചിഹ്നം ചേരുമ്പോഴാണ് അം ആകുന്നത്. മനസ്സിലായില്ലേ? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് അം. 2 വരയിൽ ആ എഴുതുക. അതിൻ്റെ പകുതി വെച്ചിട്ട്
ഘടികാരദിശയിൽ റൗണ്ട് ചെയ്തിട്ട് കുഞ്ഞ് 0 നമ്മൾ മാത്സിൽ പഠിക്കുന്ന ആ ചിഹ്നം ഇടുമ്പോൾ അത് 0 അനുസ്വാരം. ഇതാണ് അനുസ്വാര ചിഹ്നം. അപ്പം അ എന്നുള്ള അക്ഷരത്തോടു കൂടി അനുസ്വാരം ചേർക്കുമ്പോൾ എന്തായി? എന്നുള്ള ആനുപാതിക ശബ്ദമുള്ള അക്ഷരം കിട്ടും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അംബുജം, അംബിക, അംജ, അമ്പരം ചേർത്തെഴുതാം. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ അനുസ്വാര ചിഹ്നം സ്വരാക്ഷരങ്ങളോടുകൂടിയും ചേരും, വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടിയും ചേർന്ന് വാക്കുകൾ ഉണ്ടാക്കും. വേറെ ഒരു ചിഹ്നവും അങ്ങനെ ചേരുന്നില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണിത്. നമ്മൾ സ്വരാക്ഷരങ്ങൾ പറയുമ്പോൾ ഓ ഓ ഔ അം ആ എന്ന് പറയും. അങ്ങനെ 15 നമ്മൾ കൂട്ടുമെങ്കിലും 13 കൃത്യമായിട്ടുള്ള എണ്ണം. ഇത് ആനുപാതിക ശബ്ദം കൊടുക്കുന്ന ചിഹ്നമാണ്. ഒരു മകാരം എന്നുള്ള. അംബിക, അംജ, അമ്പരം, അംബുജം കേട്ടില്ലേ? അപ്പം ആ മകാരം എന്നുള്ള കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നമാണ് അനുസ്വാരം. ഇനി ഇപ്പം ഈ താമരക്ക് വേറൊരു പേരെന്താണ്? അംബുജം. നമുക്കവിടെ അംബുജം എന്ന് എഴുതാം. എന്നുള്ള അക്ഷരത്തിൽ. അതിന് മാത്രം എടുക്കോളാം. അടുത്ത ചിത്രം നോക്കിയേ എന്താണെന്ന്. ഈ വണ്ടി എല്ലാവർക്കും പരിചയമുള്ള വണ്ടിയല്ലേ? നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ നമ്മൾ ട്രാവൽ ചെയ്യണ വണ്ടിയൊക്കെ സൈഡിലേക്ക് മാറിക്കൊടുക്കും അല്ലേ? എന്നിട്ട് ഇതങ്ങ് പോകും. ആരെങ്കിലുമൊക്കെ നിങ്ങൾ കയറിയിട്ടും ഉണ്ടാവും. ഞാൻ കയറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. നല്ല സ്പീഡിനുള്ള യാത്രയായിരുന്നു. ആ വണ്ടിയുടെ പേരെന്താ? ആംബുലൻസ് അല്ലേ? അങ്ങനത്തെ ഒരു അക്ഷരം നമ്മൾ സ്വരാക്ഷരത്തിൽ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. അവിടെ എന്ത് കൊടുത്താൽ മതി? ഈ അനുസ്വാര ചിഹ്നം കൊടുത്താൽ മതി. അപ്പം എന്തായി? ആംബുലൻസ് അല്ലേ? ഒരു മകാര ശബ്ദം. വേറെ എന്ത് കൊടുക്കാം? വെച്ചിട്ട് ആലോചിക്കുക, എഴുതുക. അടുത്തത് ഇനി ഈ എന്നുള്ള ശബ്ദത്തിലാണെങ്കിലാ ഇമ്രാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇമ്രാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു, പൊളിറ്റീഷ്യനായിരുന്നു ഇമ്രാൻ ഖാൻ. കേട്ടിട്ടില്ലേ? അതും ഈ ചിഹ്നം ഈയോടുകൂടി ഇത് വരുമ്പോൾ എന്നുള്ള ശബ്ദമായി. അപ്പം അല്ലേ ഇം. ഇനി നമ്മൾ ഡ്രീം, സുപ്രീം എന്നൊക്കെ എഴുതുമ്പോൾ അവിടെയും കൊടുക്കുന്നത് എന്നുള്ള ശബ്ദമാണ്. തുടക്കമല്ല, എൻഡിൽ വരുമ്പോൾ. ഇനി ഉംറ എന്ന് കേട്ടിട്ടുണ്ട്. ആ ചിത്രം നോക്കിയേ, കണ്ടിട്ടുണ്ടോ? ഇത് തീർത്ഥയാത്ര. നമ്മുടെ മുസ്ലിം സഹോദരർ പോകുന്ന ഒരു തീർത്ഥയാത്രയാണ്. അതിന് പറയുന്നതാണ് ഉംറ. അപ്പോൾ നമുക്കത് എഴുതണമെങ്കിൽ അക്ഷരം വേണം. അതെന്ത് ചെയ്യും? എന്നുള്ള അക്ഷരത്തോടു കൂടി ഈ അനുസ്വാരം ചേരുമ്പോൾ എന്നുള്ള ശബ്ദം കിട്ടും. ഉംറ. പിന്നെ നമ്മളിപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കുറച്ച് നാൾ അവരുടെ ബോഡി സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേക വ്യക്തിത്വങ്ങൾ ഒക്കെ മരിക്കുമ്പോൾ നമ്മളത് കുറച്ച് നാൾ ഡെഡ് ബോഡി സൂക്ഷിക്കണമെങ്കിൽ നമ്മളതൊരു പ്രത്യേക രീതിയിൽ അതിനെ സംസ്കരിക്കും. എംബാം കേട്ടിട്ടില്ലേ? എംബാം. അങ്ങനെ സ്വരാക്ഷരങ്ങളോട് കൂടി അനുസ്വാരം കൊടുക്കുമ്പോൾ അതിൻ്റെ ആനുപാതിക ശബ്ദത്തോടു കൂടി മകാരം ചേർന്നുകൊണ്ടുള്ള വാക്കുകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ മറ്റൊരു ചിഹ്നവും സ്വരാക്ഷരത്തോടുകൂടി നമ്മൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഈ അനുസ്വാരമാണ് അതിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട അക്ഷരം, ചിഹ്നം. ഇനി ഓം കേട്ടിട്ടില്ലേ? ഹരി ഓം, അല്ലെങ്കിൽ ഓം ബുഡ്സ്മാൻ കേട്ടിട്ടില്ലേ? ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ചന്ദ്രകല വ്യഞ്ജനാക്ഷരങ്ങളെ കൂട്ടി കൂട്ടക്ഷരം ഉണ്ടാക്കും. അത് ഈ വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടി ഏതും ചേരും? നമ്മുടെ അനുസ്വാരം ചേരും. ഇപ്പം കം, കംസൻ. എന്നുള്ളൊരു അക്ഷരം നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല വാക്ക് അല്ലേ? നമ്മൾ ഔവയാർ എന്നൊക്കെ എഴുതി, ഔട്ടായി എന്നൊക്കെ നമ്മൾ എഴുതി ചേർത്തത്.
ഔഷധം എന്നുള്ളൊരു വാക്ക് നമുക്ക് അപ്പം എഴുതാൻ പറ്റിയില്ല, ഇനി നമുക്ക് എഴുതാം അല്ലേ. നമ്മളുടെ ഔ എന്നുള്ള അക്ഷരം എടുക്കുക, ഷ ധ, ധം, ധനത്തിൻ്റെ ധ, ഔഷധം. ഇപ്പോഴാണ് നമ്മൾ ഔഷധം എന്ന് എഴുതാനുള്ള സ്റ്റേജിലേക്ക് വന്നത്, ഔഷധം എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ സ്വരാക്ഷരങ്ങളോട് ചേർന്ന് വാക്കുകൾ ഉണ്ടാക്കാനും വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടി ചേർന്ന് വാക്കുകൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരേ ഒരു ചിഹ്നം ഏതാണ്? അനുസ്വാരം. അപ്പം അതിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ? നമ്മൾ മലയാളം എഴുതുമ്പോൾ എന്ത് പറ്റും? ഒരു അനുസ്വാരം ഉണ്ട് അവിടെ അവസാനം. കേരളം എന്ന് എഴുതുമ്പോഴോ അവസാനം ചിഹ്നം അനുസ്വാരമാണ്, എന്നുള്ള ചിഹ്നം. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നം ആണ് അനുസ്വാരം. അപ്പം പുസ്തകം എടുക്കുക, ഒരിക്കൽ കൂടി സ്വരാക്ഷരങ്ങൾ എഴുതുക, എല്ലാത്തിനും അനുസ്വാരം ചേർത്ത് നമുക്കറിയുന്ന പദങ്ങൾ എവിടെ എഴുതി ചേർക്കണം? 2 വരെ പുസ്തകത്തിൽ. ഒപ്പം എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും അനുസ്വാരം കൊടുക്കുക, എല്ലാത്തിനും ഉചിതമായ വാക്കുകൾ എഴുതി ചേർക്കാം അല്ലേ. എന്തോരം വാക്കുകൾ എഴുതാം. പിന്നെ അനുസ്വാരത്തിനൊരു പ്രത്യേകതയുള്ളത് ആദ്യം വരാം, ഇടക്ക് വരാം, അവസാനം വരാം അല്ലേ. ഇപ്പം അംബുജം സ്വരാക്ഷരങ്ങളോട് കൂടി ചേരുമ്പോൾ ആദ്യം തന്നെ വരും എപ്പോഴും. അതേസമയം വ്യഞ്ജനങ്ങളോടുകൂടി ചേരുമ്പോഴോ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒക്കെ വരാം. ഇപ്പം ഗംഗ, ഓക്കെ, ഒരു അനുസ്വാരമുള്ളൂ. അതേസമയം ഹംസം നോക്കിയേ, 2 ഉണ്ട്, ഹം സം, 2 കൂടി അനുസ്വാരം ചേർന്ന്. സംസർഗം വീണ്ടും വന്ന് ആദ്യത്തെ അക്ഷരത്തോടുകൂടി വന്ന് അവസാനത്തെ അക്ഷരത്തോടുകൂടി വന്ന്. എപ്പോഴും അങ്ങനെ തന്നെ വരണമെന്നില്ല, ഇടക്കൊക്കെ വരാം കേട്ടോ. അപ്പോൾ സ്വരാക്ഷരങ്ങളോടുകൂടി ചേർന്ന് വാക്കുകൾ ഉണ്ടാക്കുന്നു, അപ്പോൾ ആദ്യ ഭാഗത്തെ വരുള്ളൂ. കൂടാതെ വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടി ചേർന്നും വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് സ്വരാക്ഷരങ്ങളിലെ അനുസ്വാരം. ആനുപാതിക ചിഹ്നമാണ്. ഏത് സ്വരാക്ഷരമാണോ ചേരുന്നത് ആ ശബ്ദം, അവിടെ പ്രധാനപ്പെട്ട മുഴങ്ങി നിൽക്കുന്ന ശബ്ദം മകാരം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ചിഹ്നമാണ് വിസർഗം എന്ന് പറയും ഇതിന്. വിസർഗം ഇവിടെ എന്തെന്നാണ്? അ എന്നുള്ള ശബ്ദത്തോടു കൂടി 2 ചെറിയ ചിഹ്നങ്ങൾ, അനുസ്വാരത്തിൻ്റെ തന്നെ ചെറിയ 2 പതിപ്പുകൾ ചേരുമ്പോഴാണ് വിസർഗ ചിഹ്നം. ഇത് ആ എന്നോട് ചേരാം, ഇനി എന്ത് ചേർക്കാം? മറ്റ് സ്വരാക്ഷരങ്ങളോടുകൂടി വേണമെങ്കിൽ ചേർക്കാം, വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടി ചേർക്കാം. പക്ഷേ ഇവിടെ വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന് ഒരു ഹകാരമാണ് വരുന്നത്. ഇപ്പം അന്ധപ്പുരം, അധപ്പതനം. അപ്പം അവിടെയൊക്കെ ആ എന്നുള്ള ശബ്ദത്തോടു കൂടിയാണ് ആ ഹകാരം വരുന്നതെങ്കിൽ ദുഃഖം, ഒരു ഫീലാണത് അല്ലേ. അവിടെ നമ്മൾ ഉ എന്നുള്ള ശബ്ദത്തിലാണ് ഈ വിസർഗത്തിൻ്റെ ശബ്ദം കൊടുക്കുന്നത്, ദുഃഖം. ഇനി സുഖം എന്ന് എഴുതുമ്പോൾ ഈ ചിഹ്നം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫീലിനാണ് ഈ അക്ഷരം, ഈ ചിഹ്നം കൊടുക്കുന്നത്. ഇതിന് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വാക്കുകളുടെ ഗണത്തിൽ ഈ അക്ഷരങ്ങൾ ഈ ഉപയോഗം അങ്ങനെ വരുന്നില്ല, വളരെ റെയറായിട്ട്. എന്നാലും ഇപ്പം നമ്മൾ മനഃശാസ്ത്രം എന്നുള്ളൊരു വാക്ക് നമ്മൾ എഴുതുന്നു, അവിടെ നമ്മൾ ന കഴിഞ്ഞിട്ട് ഈ വിസർഗം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ശബ്ദം, മനഃശാസ്ത്രം. ഇനി നമുക്ക് ആ ചിഹ്നം മാറ്റിയിട്ട് ശ ഇരട്ടിച്ച് മനഃശാസ്ത്രം എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. അപ്പം ഇതിന് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച 2 ചിഹ്നങ്ങളാണ് അ, രണ്ടും ആനുപാതിക ശബ്ദങ്ങൾ കൊടുക്കുന്ന ചിഹ്നങ്ങൾ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ സ്വരാക്ഷരത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ചിഹ്നങ്ങൾ ഉറപ്പിക്കുക. അടുത്ത ദിവസം എങ്ങനെയാണ് ചെറിയ ടിപ്സ് വഴി അക്ഷരങ്ങളങ്ങാട് ഉറപ്പിക്കുന്നത് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ടീച്ചറിൻ്റെ ക്ലാസ് കാണണം. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻസൊക്കെ വരുന്നുണ്ട്.
പിന്നെ നിങ്ങളെക്കൊണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാനായിട്ട് ടീച്ചർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.